നമസ്കാരം. കുറച്ച് ദിവസം കഴിയുമ്പോൾ കേരളം ഇലക്ഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കേരളത്തിൽ ഏത് പാർട്ടി ആയിരിക്കും ഇനി ജയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? LDF ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ തുടർ ഭരണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. UDF ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ 10 വർഷമായിട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നേരെ മറിച്ച് BJP ഗവൺമെൻറ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരാനും കേരളത്തിൽ താമര വിരിയിക്കാനും ശ്രമം നടത്തുന്നു. അപ്പോൾ ഇവരിൽ ആരായിരിക്കും അടുത്ത അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ ആര് വന്നാലായിരിക്കും കേരളത്തിന് കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്, എക്കണോമിക് വൈസിൽ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആര് വന്നാലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആകാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പാർട്ടി അതൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ജെനുവിനായിട്ട് ഫീൽ ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഓരോ പാർട്ടിയിലുമുള്ളൊരു അതായത് ഓരോരുത്തർക്കും സ്ഥിരതയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അതായത് ഈ LDF ഗവൺമെൻറ്റിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു, എവിടെ ആരെ നിർത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ ഡേറ്റ് വന്നപ്പോൾ തന്നെ അവർ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു, അവർ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇട്ടു. നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ UDFന്റെ അധപ്പതനത്തിനൊരു മെയിൻ റീസൺ തന്നെ അതാണ്. ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കൂടുതലാണ്. അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും സീറ്റിന് വേണ്ടിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു, വഴക്കുണ്ടാക്കുന്നു. ഇനി നമ്മളെ കേരളത്തിലെ NDA നോക്കിക്കഴിഞ്ഞാൽ, BJPയെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊരു ധാരണയില്ല. എങ്ങനെ കേരളത്തിൻ്റെ ഭരണം കൊണ്ടുപോകണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ്, സ്ഥിതിഗതികൾ എന്താണ്, കേരളത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് അവർക്ക് ധാരണയില്ല. കേരളത്തിൽ BJP വളരാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ അതാണ്. കേരളത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്ന രീതിയിലല്ല അവർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ ഒന്ന് ക്യാൻവാസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മണ്ടത്തരങ്ങൾ കേട്ടിട്ട് വരാം. ചില ആൾക്കാരുടെ മണ്ടത്തരങ്ങൾ. കേരളത്തിലുള്ള ആൾക്കാർ ലിറ്ററസിയിൽ നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളും മിസ്ഇൻഫർമേഷൻസും ഒക്കെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കറങ്ങുന്നുണ്ട്. അത് എല്ലാ പാർട്ടിക്കാരുടെ ഇടയിലും കറങ്ങുന്നുണ്ട്. ഓരോ പാർട്ടിക്കാരും മറ്റ് പാർട്ടിക്കാരെ പറ്റിയിട്ട് മിസ്ഇൻഫർമേഷൻസ് പരത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്ഇൻഫർമേഷൻസ്, തെറ്റായിട്ടുള്ള വിവരങ്ങളും തെറ്റിദ്ധാരണകളും കേരളത്തിലുള്ള ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അത് പാർട്ടി ബേസ്ഡ് മാത്രമല്ല, പൊതുവെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള കുറേ അറിവുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് അതാണ് സത്യമെന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന കുറേ ജനങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ പാർട്ടിക്കാരുടെ ഇടയിലും അത്തരം ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു പാർട്ടിക്കാരുടെ ഇടയിൽ ഉള്ള, അല്ലെങ്കിൽ അത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഏതായാലും നമുക്ക് ആ മണ്ടത്തരങ്ങളൊന്ന് കേട്ടിട്ട് വരാം. കേരളത്തിൽ വരണം എന്നാണ് തോന്നുന്നത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ കൂടുതൽ വന്നിട്ടുണ്ടല്ലോ. PM കിസാൻ, PM എല്ലാം ഒരുപാട് വന്നിട്ടുണ്ട്. ഇനിയും വരും. അവർ പറഞ്ഞ മോഡി ഗ്യാരണ്ടിയെ പറയുന്നു. ആ വിജയത്തിന് അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുത്തെ എന്ത് വികസനം കാഴ്ചവെക്കുന്നത് തീരുമാനിച്ചിട്ടില്ല. ഓൾറെഡി തീരുമാനം മുൻകൂട്ടി ഞങ്ങൾ പറയില്ല. എന്തായാലും വികസനം കാഴ്ചവെക്കുന്നത് കേരളത്തിലേക്ക് എല്ലാം പറഞ്ഞാൽ വിദ്യാഭ്യാസം മുതൽ എല്ലാ അടിസ്ഥാനവും വേണം. വിദ്യാഭ്യാസം പറയുന്നത് കേരളത്തിലില്ല. എന്താ കാരണം കേട്ടാൽ പാലക്കാട് നിന്ന് 100 കൂടുതൽ ബസ്സുകളാണ് ഒരു ദിവസം വാളയാറിന്റെ അപ്പുറത്ത് പോയി പഠിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെ. കേരളത്തില് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ മുഴുവൻ അങ്ങോട്ട് പോയി പഠിക്കുന്നത്. ഞാൻ ഇവിടെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഈ പുള്ളി പറഞ്ഞത്. കേരളത്തിൽ വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ നിരക്ക് അല്ലെങ്കിൽ ലിറ്ററസി നിരക്കുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഹൈ ലിറ്ററസി റേറ്റ് ആണ്. അതെല്ലാവരും അംഗീകരിച്ച് തന്നതാണ്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് കുറച്ച് വിവരം കൂടുതലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ലിറ്ററസി റേറ്റിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ടു 100 ആണ്. 100% അടുത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ 100% അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ട് അങ്ങ് 100% എത്തത്തില്ല. അങ്ങനെ 100% അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ.
പക്ഷേ ഈ 100% എത്തുമ്പോൾ കുറച്ച് ശതമാനം ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ലിറ്ററസി ഇല്ലാത്തത്. ആ ശതമാനത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു കാര്യം ഒരു ഗവൺമെൻറ്റിനെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ BJP ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേരളത്തിലുള്ള കുറേ ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്, എല്ലാത്തിനെയും ബ്ലൈൻഡ് ഫോൾഡഡ്ലി അങ്ങ് വിശ്വസിക്കും. ഏത് പാർട്ടിയാണോ ഞാൻ ഫോളോ ചെയ്യുന്നത് ആ പാർട്ടിയിലുള്ള കാര്യങ്ങൾ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് അങ്ങ് വിശ്വസിക്കും. അവിടെ എന്ത് തെറ്റ് നടന്നു കഴിഞ്ഞാലും ഞാൻ അതിനെ അംഗീകരിക്കും. അവിടെ എന്ത് ശരികൾ നടന്നു കഴിഞ്ഞാലും അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. അങ്ങനെയുള്ള കുറേ ജനങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തിനാണ് ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത്? കേരളത്തിൽ ലിറ്ററസി റേറ്റ് കുറവാണത്രേ, വിദ്യാഭ്യാസമില്ല, സ്കൂളുകളില്ല, മുക്കിന് മൂലയിൽ സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചത് സ്കൂളുകളിലല്ലായിരുന്നു, നമ്മളൊക്കെ തറയിലിരുന്ന് അല്ലെങ്കിൽ തെരുവിലിരുന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തർപ്രദേശ് ഈസ് ബെറ്റർ ദാൻ കേരള, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അതായത് യു പി ആണ് കേരളത്തെക്കാട്ടിൽ ബെറ്റർ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കേരളത്തിനാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹയർ. അതായത് നമ്മൾ ഇപ്പം വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാലും ഹെൽത്ത് സെക്ടർ നോക്കിക്കഴിഞ്ഞാലും എല്ലാ രീതിയിലും കേരളയാണ് കുറച്ചും കൂടി ബെറ്റർ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. പിന്നെ ഉത്തർപ്രദേശിന് എന്താണ് കേരളത്തെക്കാട്ടി കുറച്ചും കൂടി മികച്ചതായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റെ എക്കണോമി കുറച്ചും കൂടി ഗ്രോയിങ് ആണ്. കേരളത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഗ്രോയിങ് എക്കണോമിയാണ് ഉത്തർപ്രദേശിനുള്ളത്. കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവിടെ ഇപ്പോൾ കൂടുതലാണ്, ആൻഡ് ഇൻഡസ്ട്രീസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്ത് പൊട്ടൻഷ്യലും കുറച്ചും കൂടി കൂടുതൽ ഉത്തർപ്രദേശിലുണ്ട്. അത് മാത്രമാണ് കേരളത്തിനെക്കാട്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ബട്ട് അതർ ദാൻ ദാറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈസ് ബെറ്റർ ദാൻ കേരളത്തിനാണ് ബെറ്റർ. അതിപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പല സംസ്ഥാനങ്ങളെക്കാട്ടിലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്റർ ആയിട്ടുള്ളൊരു സംസ്ഥാനം കേരളമാണ്. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ചിന്താഗതി കുറച്ചും കൂടി ഉയർന്ന ചിന്താഗതി ഉള്ളവരാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള ക്യാൻവാസിങ്ങും അതിനനുസരിച്ചിട്ടുള്ള പ്രചരണമൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ ഇവിടെ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ പണ്ട് ജാമ്പവാന്റെ കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു മെയിനായിട്ടുള്ള ഒരു ഇതായിട്ട് കണക്കാക്കുന്നത് മതം പറഞ്ഞ് പ്രചരണം നടത്തുക. എല്ലാവരുടെ മിക്ക ഇതാണ്, അതായത് ഈ സംഘികളുടെ ഒരു മെയിൻ പ്രോബ്ലം തന്നെ അതാണ്. മതമാണ് അവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഫോക്കസ്. മതത്തിനെ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ മതം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാകുമായിരിക്കാം. ബട്ട് കേരളത്തിൽ അതുണ്ടാവത്തില്ല. മതം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കേരളീയർ കുറച്ചും കൂടി മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന, മതത്തെക്കാട്ടിൽ കുറച്ചും കൂടി മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം മതം ഫോക്കസ് ചെയ്ത് പണ്ട് പുരാതന കാലത്ത് ആൾക്കാർ ക്യാൻവാസ് നടത്തുന്ന പോലെ പ്രചരണം നടത്തുന്ന രീതിയിൽ ഇപ്പോൾ പ്രചരണം നടത്തി കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാകുമോ? പിന്നെ കോൺഗ്രസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയം പറയാം. ഞാൻ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഫീൽ ചെയ്തത് ഒന്നും കൂടി LDF ഗവൺമെൻറ് അധികാരത്തിൽ വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇത്രയും 10 വർഷം കൊണ്ട് നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. ഈ പ്രാവശ്യം വേറെ ആര് വന്നു കഴിഞ്ഞാലും LDF വരരുത് എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് LDF വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ നിലയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് അധികാരം പിടിച്ചെടുക്കലിലല്ല കൂടുതൽ താല്പര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതിലാണ് കൂടുതൽ താല്പര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് അധികാരം കൊടുക്കണം, ആര് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചും കൂടി പുരോഗതി ഉണ്ടാകും? ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അതാണ് ഞാൻ ആദ്യമേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് വന്നാലാണ് കേരളം കുറച്ചും കൂടി നന്നാവാൻ പോകുന്നത് എന്ന്.